ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ്. നമുക്ക് നോർമൽ വെയർ ആയിട്ടും ഒരു ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്, എല്ലാവരും ആരും മറക്കണ്ട. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നിട്ടൊന്നും നമുക്ക് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരുകയും വേണം കേട്ടോ. നമുക്ക് ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. 15 ഡേയ്സ് കൂടുമ്പോൾ നമുക്ക് വിന്നർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. 3 പേർക്കായിരിക്കും ഗിഫ്റ്റ് അയച്ചു തരിക. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്ന ഇതാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക്, നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഭയങ്കരമായിട്ട് ഇരുണ്ടൻ ആ ഒരു നേവി ബ്ലൂ അല്ല, നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡ്. അതുപോലെ തന്നെ സാരി ഇതുപോലൊരു സിൽവർ ജെറിയുടെ ഒരു വീവിങ് ആണ് ഇതിനകത്തേക്ക് പോകുന്നത് കേട്ടോ. ബോർഡറിലേക്കും ബോഡിയിലേക്കും വരുന്നുണ്ട്. ബോർഡറിൽ നല്ല ഭംഗിയായിട്ട്, ഒരുപാട് വീതിയില്ല, നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീവിങ് അതിലേക്ക് പോകുന്നുണ്ട്. ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ആ സിൽവർ കളറിൽ തന്നെ ബുട്ട വീവിങ് ആണ് പോകുന്നത്. ചെറിയ 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 ബുട്ടാസ് ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട്, ഒരുപാട് പ്രൈസ് ഒന്നും ഇതിന് വരുന്നുമില്ല. ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്തൊക്കെ ഒന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ പറ്റുന്ന ഒരു സാരി തന്നെയാണ് വരുന്നത്. സാരിയുടെ ബോഡി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഒരു ബ്ലൂവിന്റെയും സിൽവർ കളർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ടും. മുന്താണി ആണെങ്കിൽ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് മുന്താണി വരുന്നത് കണ്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് ഹെവി ആയിട്ട് തന്നെ വരുന്ന സിൽവറിന്റെ ജെറി വീവിങ് ആണ് മുന്താണിയിലേക്ക് പോകുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസിന്റെ ബോഡിയിലേക്കും ഇതുപോലെ ഒരു ബുട്ട വീവിങ് പോകുന്നുണ്ട്. ഒരു സ്ക്വയർ പാറ്റേണിലാണ് അത് വരുന്നത്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 809 ആണ് കേട്ടോ. 809 ആണ് വരുന്നത്. നമുക്ക് ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ, സെയിം ബോർഡേഴ്സ്, ബുട്ട വീവിങ് ഇതുപോലെ സിൽവർ ജെറിയിലാണ് പോകുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ, ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. സെയിം പാറ്റേൺ തന്നെ ബ്ലൗസ് പീസിലേക്കും വരുന്നു. ഇതുപോലെ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് വരുന്നത് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് അധികം എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ബോഡി ആൻഡ് ബോർഡറിൽ ആ ഒരു സിൽവർ കളർ ജെറിയുടെ വീവിങ് ആണ് പോകുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ സെയിം പാറ്റേൺ തന്നെയാണ് മുന്താണിയിലേക്കും വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. നമുക്കടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ. എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് സിൽവർ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. മുന്താണി ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ഇതുപോലെ ഇങ്ങനെ. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീനിലേക്ക് ആ ഒരു സിൽവർ വന്നപ്പോൾ നോക്കി എന്ത് ഭംഗിയാണെന്ന്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ബോഡിയിൽ ചെറിയ ചെറിയ ബുട്ട പോകുന്നുണ്ട്. ബോർഡർ ഹെവി ആയിട്ടുള്ള ഒരു വീവിങ് വരുന്നുണ്ട്. മുന്താണിയാണെങ്കിലും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ആ ഒരു വീവിങ് പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേണുമാണ് കേട്ടോ. ഇതിന്റെ കുറച്ചുകൂടെ ഒരു വലിയ പാറ്റേൺ ആണ് ബ്ലൗസിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലേക്കാണ്. നല്ല രസമാണ് കേട്ടോ. എല്ലാ ഷെയ്ഡുകളും നല്ല 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 രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. സാരി ആണെങ്കിൽ ഒരുപാട് അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് പെട്ടെന്നൊക്കെ കൊടുക്കാൻ എളുപ്പമായിട്ട് സിമ്പിളായിട്ട് കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരിയും കൂടിയാണ് കേട്ടോ. മുന്താണി ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് ഇതുപോലെ. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. കളർ ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ്. പീക്കോ ഗ്രീൻ എപ്പോഴും ഒരു ചെറിയൊരു ബ്ലൂഷ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ജസ്റ്റ് കളർ ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. ബ്ലൗസ് പീസ് ഇങ്ങനെ. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്കോ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ കളർ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി പാറ്റേൺ എല്ലാം സെയിം ആണ് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്കാണ്. എല്ലാം സെയിം ആയിട്ട് വരുന്ന ബോർഡർ നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു സിൽവർ ജെറി വീവിങ് ആണ് പോകുന്നത്. അതുപോലെ തന്നെ ബോഡിയിലേക്ക് നിറയെ കുഞ്ഞു 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 ബുട്ട വീവിങ് പോകുന്നുണ്ട്. മുന്താണി വളരെ ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു വീവിങ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സും ആണ് കേട്ടോ എല്ലാം വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വിത്ത് ബോർഡറോട് കൂടിയിട്ട്. ബോഡിയിൽ ഇതുപോലെ ഒരു സ്ക്വയർ പാറ്റേണിലും ആ ഒരു സിൽവർ ജെറിയുടെ വീവിങ് പോകുന്നുണ്ട്. എങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 809 ആണ്. 809 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്.
ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ ഗിവ് എവേയുടെ കാര്യം ആരും മറക്കണ്ട. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.